വ്യവസായി റോയിയുടെ മരണത്തിന് പിന്നാലെ തന്നെ മുഴുവൻ ആരോപണവും കേന്ദ്ര ഏജൻസികൾക്കെതിരായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതയുമുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ടല്ലോ. കൃത്യമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്താകുമല്ലേ? തീർച്ചയായിട്ടും പുറത്താവും. സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശം. ആരാണ് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും എല്ലാം ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ പുള്ളിയുടെ ഐഫോൺ ചോദിച്ചു, ഐഫോണിൻ്റെ പാസ്വേഡ് ചോദിച്ചു. ആ സമയത്താണ് പുള്ളി രണ്ടാമത്തെ നിലയിൽ കയറി ബുള്ളറ്റ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ? ഇവിടെ കേരളത്തിൽ നിന്ന് സോഷ്യൽ മീഡിയകൾ എന്താണ്, മനഃപൂർവ്വം ഇ.ഡി. അദ്ദേഹത്തെ കൊന്നു, ഒരു വ്യവസായിയെ കൊന്നു, എന്തെല്ലാം ദുഷ്പേര്. എന്തിനേറെ പറയുന്നു, ബി.ജെ.പിയുടെ ചില നേതാക്കളുടെ പേരുകൾ അവരെ വലിച്ചഴച്ചു, ബിസിനസ് റാക്കറ്റ് ആയതുകൊണ്ട് കൊന്നത്. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാതെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളും ബ്ലോഗർമാരും അതിന് കൂട്ടു നിൽക്കുന്ന പത്രക്കാരും ചെയ്യുന്ന വളരെ മോശമായ നിലപാടാണ്. ഇപ്പോൾ എന്താ അവസാനം? ഇ.ഡി. അല്ല, നിരപരാധിത്വമാണ് ഇ.ഡി. ചോദ്യം ചെയ്തേതുള്ളൂ. അത് ഇപ്പോൾ എന്നെയോ ശ്രീജിത്തിനെയോ ആരെയും ഇ.ഡിക്ക് വിളിക്കാം, ചോദ്യം ചെയ്യാം. ഇന്ത്യൻ ജനാധിപത്യ രാജ്യമാണ്. രാജ്യദ്രോഹ പ്രവർത്തനത്തിലോ ഇന്ത്യയുടെ നികുതി വെട്ടിപ്പ് വരുമ്പോഴോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യാം. ആദ്യം പത്രങ്ങൾ എഴുതിയ എന്താ, ഇൻകം ടാക്സുകാർ കറക്റ്റ് കള്ളക്കണക്ക് ഉള്ളതുകൊണ്ടും എന്തോ കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ടും വരട്ടിയതെന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം മാറി ഇ.ഡിയുടെ മാനസികപരമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പടച്ചു വിടുന്നു കേരള മാധ്യമങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ മുതലാളിമാരുടെ നികുതികൾ മേടിച്ച് ചെയ്യുക. നികുതി വെട്ടിപ്പ്, GST വെട്ടിക്കുന്നത് തെറ്റാണ്, കൊടുക്കണം. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ചായ കുടിക്കാൻ പോയാൽ തന്നെ ഒരുവിധപ്പെട്ട ഹോട്ടലിൽ കയറിയാൽ 2 രൂപ GST അതിലെടുക്കും, ഇല്ലേ? ഊണ് കഴിക്കുമ്പോൾ പോയാൽ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പം നമ്മുടെ നികുതികൾ കൊണ്ടാണ് രാജ്യം വളരുന്നത്. അത് ഉദ്യോഗസ്ഥർ വിളിച്ച് ചോദ്യം ചെയ്തതിന് തെറ്റെന്താണ്? അപ്പോൾ ഇദ്ദേഹത്തിന് കള്ളമില്ല എങ്കിൽ ഇദ്ദേഹം മരിക്കേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടാണ് കോടിക്കണക്കിന്, ഇതൊരു ഫ്ലാറ്റ് മാഫിയകൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ നേതാവ് ആരായിരിക്കും? അത് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിയിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഡയറി തന്നെ എടുത്തു, ഡയറി കണ്ടെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയും മക്കളും തന്നെ ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തപ്പോൾ അതിനകത്ത് പലതും പ്രതിപാദിച്ചിട്ടുള്ളപ്പോൾ ചില പത്രമാധ്യമങ്ങൾ അത് സത്യസന്ധത എഴുതി തുടങ്ങി. കർണാടകയുടെ പത്രങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് ഡയറിയിൽ ശരിക്കുമുള്ള കുറിപ്പുകൾ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുമ്പ് വിളിച്ച ആരാണ് ഈ ഐഫോൺ തുറന്ന് പരിശോധിച്ചാൽ അത്ര ടെക്നോളജി 9-ൽ പരം ഫോണുകൾ മാത്രമേ ഈ ആപ്പിൾ കമ്പനി ഉൽപ്പാദിച്ചിട്ടുള്ളൂ. ഒരു ഓഫീസാണ് ഇദ്ദേഹത്തിൻ്റെ ഐഫോൺ. അദ്ദേഹത്തിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി, അദ്ദേഹത്തിൻ്റെ വസ്തുവിവരങ്ങൾ, ഫുൾ ഡീറ്റെയിൽസ്, ആര്, എന്ത് ബിനാമി ഏർപ്പാടുകൾ, എങ്ങനെയാണ് വിദേശ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഈ ഫോണിനകത്താണുള്ളത്. അപ്പോൾ ആ ഫോണ് തുറക്കുമ്പോൾ ചില ആൾക്കാരുടെ പേരുകൾ വരും. ഇദ്ദേഹം ജയിലിടിഞ്ഞാലും വെളിയിൽ വരികയില്ല. ഇതിൽ പ്രകോപിതനായിരിക്കാമെന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത്. അതാണ് നിജസ്ഥിതിയായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം മരിക്കേണ്ട ഒരു GSTയുടെയോ കണക്കിൻ്റെയോ പേരിൽ ഒരു ഉദ്യോഗസ്ഥർക്ക് നിങ്ങളെ കമ്പനിയുടെ കള്ളക്കണക്ക് ഇത്ര രൂപയുടെ കോടിയുടെ GST ഉണ്ട്, നിങ്ങൾ ഇത്രയേ അടച്ചിട്ടുള്ളൂ, ബാക്കി അതിന് നിയമ വഴികളുണ്ട്. കസ്റ്റംസിനായാൽ അവരൊരു ഷോക്കേഴ്സ് നോട്ടീസ് തരും, ആ പീരീഡിനകത്ത് ബാക്കി പൈസ അടയ്ക്കുക. ഇൻകം ടാക്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, റിപ്പോർട്ട് തെറ്റാണ് എങ്കിൽ, നിൽ റിപ്പോർട്ടല്ല നിങ്ങൾക്ക് വരുമാനമുള്ള റിപ്പോർട്ടാണ് എങ്കിൽ ബാക്കി തുക അടയ്ക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു അപ്പോളൻസ് ലെറ്റർ CA-കാരൻ കൊടുത്താലോ നമ്മൾ റൈറ്റിങ്ങിൽ കൊടുത്താലോ നമുക്ക് കാലാവധിയുണ്ട്, അതിനൊരു ഹിയറിംഗ് ഉണ്ട്, അതിനൊരു അപ്പീൽ കമ്മിറ്റിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നിരപരാധിത്വമാണ് എങ്കിൽ നമുക്ക് പുറത്തിറങ്ങാം. എന്തിന് അന്വേഷണ ഉദ്യോഗസ്ഥനെ പേടിക്കുന്നത്? നമ്മളെ കൊല്ലുകയില്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്തത് തെറ്റല്ലേ, രാജ്യവിരുദ്ധമല്ലേ? നിങ്ങൾ രാജ്യവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഫോറിൻ മണി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, നിങ്ങളത് നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വഴി ചില വ്യക്തികൾക്ക് കൊടുത്തതായിരിക്കാം. ഇതായിരിക്കാം അദ്ദേഹത്തെ ചെടിപ്പിച്ചത്. അദ്ദേഹം പുറത്തു പറയുവാൻ പറ്റാത്ത ചില വ്യക്തികളായിരിക്കാം ആ ഫോണിലുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അതിനെ ഇവിടെ വളച്ചൊടിച്ച് BJP ഗവൺമെൻറ്
മനഃപൂർവ്വം ഒരു പ്രവാസിയെ അല്ലെങ്കിൽ സംരംഭകനെ കൊന്നിരിക്കുന്നു. പിറ്റേ ദിവസമുള്ള മലയാളം പത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ, എന്തെല്ലാം ആക്ഷേപങ്ങൾ, നുണകൾ, സത്യസന്ധത വിരുദ്ധമായ വാർത്തകൾ. അപ്പോൾ ഇനി ഡയറി കണ്ടെടുത്തത് കൊണ്ട് ഏകദേശം അതിൻ്റെ പൊരുകൾ അഴിഞ്ഞഴിഞ്ഞ് വരും. അദ്ദേഹത്തിൻ്റെ ഉദാഹരണം, ഉന്നത കമ്പ്യൂട്ടർ ബിരുദധാരികളെ വരെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുവരെയും അദ്ദേഹത്തിൻ്റെ മൊബൈലിൻ്റെ ലോക്ക് അളക്കാൻ പറ്റുന്ന പാസ്വേഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഫോൺ ഉണ്ടാക്കിയ കമ്പനിയുടെ ആൾക്കാരിനി വന്ന് പാസ്വേഡ് നോക്കി തുറക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവിഹിതമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഈ രാഷ്ട്രീയ നേതാവിൻ്റെ പേരും ആ ഫോണിൽ കാണും. ഇതൊരു വൻ റാക്കറ്റാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ. വെറും 18-20 വർഷം കൊണ്ട് പെട്ടെന്ന് 25,000 കോടി രൂപയുടെ പണക്കാരനായതാണ്. അത് നമുക്കറിയാം. ഒരു നമ്പൂതിരി കുടുംബം, ക്രിസ്റ്റൽ ഗ്രൂപ്പ്, അവിടുത്തെ സ്റ്റാഫായിരുന്നു. അവർ മേടിച്ചിട്ടുള്ള റിയൽ എസ്റ്റേറ്റുകൾ പുള്ളിയുടെ പേരിലാക്കി അങ്ങനെ പെട്ടെന്ന് വളർന്നു വന്നൊരു പുതുപ്പണക്കാരനാണ്. അപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. പഴയ ക്രിസ്റ്റൽ ഗ്രൂപ്പ് കമ്പനിയെ പൊളിച്ചതുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിയാക്കം തടുക്കുവാൻ ഒക്കുകയില്ല. അപ്പം ഞാനായാലും ശരി, ശ്രീജിത്ത് ആയാലും ശരി, നമ്മൾ ചതുവിൽ കൂടി സാമ്പത്തികം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭഗവാൻ എന്ന് പറയുന്ന ആ പ്രപഞ്ച ശക്തി തടയും, അനുഭവം കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ സത്യസന്ധമായ തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, അത് ED ആണെങ്കിൽ ED, CBI ആണെങ്കിൽ CBI, കർണാടക വിജിലൻസ് ആണെങ്കിൽ കർണാടക വിജിലൻസ്. ചേട്ടൻ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ എല്ലാ ഈ ചലച്ചിത്ര മേഖലയിലെയും രാഷ്ട്രീയ നേതാക്കൾക്കും ഇദ്ദേഹവുമായി ബന്ധമുണ്ടെന്ന്? ഉണ്ട്. സിനിമാ മേഖലയിലുള്ള പ്രമുഖരായിട്ടും സംവിധായകരായിട്ടും നടന്മാരും നടികളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതുവഴിയിൽ ഈ ആപ്പ് തുറക്കുമ്പോൾ, ഫോൺ തുറക്കുമ്പോൾ പുറത്താകും. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരേ അതാണ്. ഞാൻ ആത്മധൈര്യത്തോടു കൂടിയുള്ളൊരു സ്ഥാപനമാണ്, അതാണ് കോൺഫിഡൻഷ്യൽ. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് തന്നെ അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയാതെ അദ്ദേഹം എന്തിനാണ് വെടിവെച്ച് മരിച്ചത്? അദ്ദേഹം അത്ര ധൈര്യശാലിയാണ് എങ്കിൽ, എൻ്റെ കൈകൾ ശുദ്ധമാണ് എങ്കിൽ അയാൾ മരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തോ മൽപ്രാക്ടീസ്, രാജ്യവിരുദ്ധ പ്രവർത്തനം, ഇല്ലീഗൽ പൈസ വിദേശത്തു നിന്ന് ഇന്ത്യയിൽ വന്ന് ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലേ അവിടെ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന ഫ്ലാറ്റ് കമ്പനിയുടെ പേരവിടെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു. അല്ല എങ്കിൽ ഞാൻ നിരപരാധിയാണെങ്കിൽ ഇപ്പോൾ സോണിയ മാഡത്തിനെ 20 മണിക്കൂർ ചോദ്യം ചെയ്തു ED. മാഡം മരിക്കേണ്ടതല്ലേ? അവർ നിരപരാധിയാണെന്നുള്ള തെളിയിന്ന് വരെയല്ലേ? രാഹുൽ ഗാന്ധിയെ 22 മണിക്കൂർ ചോദ്യം ചെയ്തു, അദ്ദേഹം മരിക്കേണ്ടതല്ലേ? അവർ തെറ്റ് ചെയ്തിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു. ഇന്ത്യയുടെ നിയമം അതാണ്, ചുങ്കം അടയ്ക്കാമുണ്ട്, അടയ്ക്കണം. എത്രയോ രാഷ്ട്രീയ നേതാക്കളെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സ് ചോദ്യം ചെയ്തിട്ടുണ്ട്, കസ്റ്റംസുകാർ നികുതി വെട്ടിച്ചെന്ന് പറഞ്ഞ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പേടിച്ച് അവിടെ തന്നെ നികുതി വെട്ടിച്ചു, ബാങ്കുകളെ പറ്റിച്ചു. ഒരാൾ വിജയമല്യ കർണാടകത്തിലുള്ളത് വെളിയിൽ കിടക്കുകയല്ലേ, അയാൾ മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ക്രയവിക്രയങ്ങൾ നടന്നിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ ഇദ്ദേഹത്തിൻ്റെ ഐഫോണിലുള്ളത് പുറത്താകുമ്പോൾ ഇദ്ദേഹത്തിന് പുറത്ത് ജയിലിടിഞ്ഞാലും പുറത്തു വരുവാൻ പറ്റാത്തതുകൊണ്ട് സ്വയം രക്ഷയ്ക്ക് ആത്മഹത്യ ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കാലം തെളിയിക്കും. ആ ഡയറി കണ്ടെടുത്തു, ഇനി ഫോണിൻ്റെ ആപ്പ് തുറക്കുമ്പോഴും മനസ്സിലാകുവാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.